ഹലോ നമസ്കാരം. എല്ലാവർക്കും സൈലം PSC സ്വാഗതം. നിങ്ങൾ എല്ലാവരും തന്നെ ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ബാച്ചിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബാച്ച് ഏതാന്ന് പറയുന്നതിന് മുൻപേ അല്ലെ, ചിലരെങ്കിലും കാണുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഒരു ഡിഗ്രി പോലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അപ്പൊ ഇനി എന്ത് ചെയ്യും? ഇപ്പൊ PSC എന്ന് പറയുന്ന ഒരു അവസരം അവിടെ ഉണ്ടോ അല്ലെ? അപ്പൊ എന്നാലും ഡിഗ്രി ഇല്ലാത്തവർക്കുള്ള ഒരു സുവർണ അവസരമാണ് ഈ ബാച്ച്. ഇപ്പൊ തന്നെ ബാച്ച് ഏതാന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ഏതാണ്? വേരിയസ് LGS ബാച്ച്. ഓക്കെ, അപ്പൊ ആ ബാച്ചിന്റെ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ജൂൺ 29-ന് ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുവാണെങ്കിൽ ആദ്യം അറിയേണ്ടത് ഈ ബാച്ചിൽ ആരൊക്കെയാണ് പഠിപ്പിക്കുന്നത്, ഓരോ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ആരാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ? അപ്പൊ നോക്കിയാലോ, പരിചയപ്പെട്ടാലോ? ആദ്യം തന്നെ നമ്മൾ ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ട മൻസൂർ അലി സാറും അതേപോലെ തന്നെ നമ്മൾ അനന്ത് സാറുമാണ് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്ട് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഈ സിലബസിലേക്ക് വരുമ്പം അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മളെ ജോഗ്രഫി അല്ലെ? ജോഗ്രഫി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റുമായിട്ട് നമ്മളെ കൂടെ ഉള്ളത് സൂരജ് സാറും അതേപോലെ ജിതിൻ സാറുമാണ്. ജിതിൻ സാറ് തന്നെയാണ് ആർട്ട് ആൻഡ് കൾച്ചർ ടോപ്പിക്കും കൈകാര്യം ചെയ്യുന്നത്. ഇനി അടുത്ത സബ്ജക്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ടോപ്പിക്കായിട്ട് നമ്മളെ മുന്നിൽ വരുന്നത് ആനന്ദ് സാറും അതേപോലെ അഭിജിത്ത് സാറും ആയിരിക്കും. പിന്നെ ഇനി അടുത്തത് സയൻസ് വിഷയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ സയൻസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ബയോളജി പഠിക്കാനുണ്ട്, അതേപോലെ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട് അല്ലെ? അപ്പൊ ബയോളജി ആണ് ഇവിടെ ലൈഫ് സയൻസ് എന്ന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബയോളജി ജീവശാസ്ത്രം തന്നെയാണ്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും അങ്ങനെയാണ് ഉണ്ടാവുക അല്ലെ? അപ്പൊ ആ ഒരു വിഷയമായിട്ട് ഞാൻ തന്നെയാണ് എത്തുന്നത്. അതേപോലെ ഫിസിക്സുമായിട്ട് നമ്മളെ കൂടെ സിബി സാർ ആണ് ഉണ്ടായിരിക്കുക. ഇനി കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു വിഷയം കൂടെ ഉണ്ടാകുമ്പോഴാണ് നമ്മളെ സയൻസ് കംപ്ലീറ്റ് ആവുന്നത് അല്ലെ? അപ്പൊ കെമിസ്ട്രി ആയിട്ട് സരിത് ലാൽ സാറാണ് ഉണ്ടായിരിക്കുക. ഇനി അടുത്തത് കറന്റ് അഫയേഴ്സ് ആണ്, ആനുകാലികം അല്ലെ? അപ്പോ പ്രദീപ് സാറാണ് കറന്റ് അഫയേഴ്സുമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നത്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം. ശരത് സാറാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് നമ്മളെ കൂടെ ഉണ്ടാവുക. ദെൻ അടുത്തത് മാത്സ് ആണ്, പ്രധാനപ്പെട്ട വിഷയം തന്നെ അല്ലെ? ഈ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ മാത്സ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് പേടി തോന്നിയേക്കാം. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ട് മാത്സ് എന്ന് പറയുന്ന കാര്യം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ ഉള്ളത് ഇസ്മയിൽ സാറും അതേപോലെ അജ്മൽ സാറുമാണ്. അതിൽ മാത്സും മെന്റൽ എബിലിറ്റിയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. ഇനി ബാച്ചിന്റെ ഫീച്ചേഴ്സ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ബാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അറിയാലോ. എന്തായാലും ലൈവ് ക്ലാസ്സസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ ആ ലൈവ് ക്ലാസ്സസ് ഇനി അഥവാ മിസ്സാവുകയാണെങ്കിലും, ഇപ്പൊ ലൈവ് ക്ലാസ് നടക്കുന്ന സമയത്ത് നമുക്ക് ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലെ? അങ്ങനെയാണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. ആ ക്ലാസ്സസ് ഒക്കെ റെക്കോർഡഡ് ആയിട്ട് കിട്ടും. ഇപ്പൊ ലൈവ് അല്ലെങ്കിൽ റെക്കോർഡഡ് എന്നുള്ള രീതിയിൽ തന്നെ ക്ലാസ്സുകളൊക്കെ ലഭ്യമായിരിക്കും. പിന്നെയുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് നോട്ടാണ്. ആ ക്ലാസ് കാണുന്നതിന്റെ കൂടെ ആ സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാം. അതല്ലാതെ തന്നെ പ്രിന്റബിൾ ആയിട്ടുള്ള നോട്ടും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അത് ആപ്പിൽ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, പ്രിന്റ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാം, അത് വായിച്ചു പഠിക്കാം. ഓക്കെ, അപ്പൊ പ്രിന്റബിൾ നോട്ട് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ റിവിഷൻ ടെസ്റ്റ്, ഇപ്പൊ നമ്മളിങ്ങനെ ക്ലാസ് കണ്ടതുകൊണ്ട് മാത്രമായില്ല, എക്സാം അറ്റൻഡ് ചെയ്യാന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. വീക്കിലി നടത്തുന്ന ആഴ്ചയിലുള്ള റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ മന്ത്ലി മോക്ക് ടെസ്റ്റും ചെയ്യുന്നതാണ്. ആപ്പിൽ കൂടെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ ക്ലാസിന്റെ കാര്യങ്ങളെ പറ്റി ഉള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ഇനി സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്തിന് ടീച്ചേഴ്സിനെ കോൺടാക്ട് ചെയ്യണം, മറ്റുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെയുള്ള ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കറിയാം, ഏത് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾക്ക് അല്ലെ, SCERT ടെക്സ്റ്റ് ബുക്കിന് ഭയങ്കര പ്രാധാന്യമാണ്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പൊ ക്ലാസ്സിലാണെങ്കിലും SCERT-നെ ബേസ് ചെയ്തുകൊണ്ട് അതിലുള്ള പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് ക്ലാസ്സസ് ഇവിടെ നിന്ന് നടക്കുക. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. കഴിഞ്ഞ വർഷങ്ങൾ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് അറിയണം അല്ലെ? അപ്പൊ ക്ലാസ്സിൽ തന്നെ മാക്സിമം PYQ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുക. PYQ മീൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യും. നമ്മൾ സൈലം PSC ആപ്പ് ഓപ്പൺ ആവുന്ന സമയത്ത് ഇതുപോലെയാണ് ഉണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്ത ബാച്ചിന്റെ പേര് ഇവിടെ കാണിക്കും. ഇനി ചിലരെ ഒന്നിൽ കൂടുതൽ ബാച്ചിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ എല്ലാ ബാച്ചസും കാണിക്കും. ഓക്കെ, അതിനുശേഷം ഈ ക്ലാസ്സിന്റെ ഓരോ ദിവസം ലൈവും കാര്യങ്ങളൊക്കെ ഇതിലിങ്ങനെ കാണാൻ കഴിയും. ഈ ലൈവിന്റെ സമയവും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ താഴെ എനിക്ക് ഒരു ഓപ്ഷൻ കാണാം, വ്യൂ ഓൾ ക്ലാസ്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലെ? അപ്പൊ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കുള്ള എല്ലാ സബ്ജക്റ്റുകളും അതിന്റെ ഫോൾഡർ ആയിട്ടുണ്ടാവും. ഓരോ ക്ലാസ്സും കഴിയുന്നതിനനുസരിച്ച് ആ ക്ലാസ് അതതിന്റെ സബ്ജക്റ്റിന്റെ ഫോൾഡറിൽ കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നോക്കാം. ഇവിടെ മുകളിലായിട്ട് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നില്ലേ? ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള റിവിഷൻ ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ് ഇതൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞില്ലേ? ഈ ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെയാണ് വരും. ഓക്കെ, ഇതിപ്പോ ഓൾറെഡി നമ്മൾ ഇന്നലെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ എത്രയും പെട്ടെന്ന് ആ ഫീച്ചേഴ്സ് ഇതിലാണ് ലഭ്യമാവുക.
ഇനി അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ പ്രിന്റബിൾ നോട്ട് അല്ലെ, നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞല്ലോ. ആ ഓൾ ക്ലാസ്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ഇവിടെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സബ്ജക്ട് എന്ന് വിചാരിക്കുക. ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസിന്റെ അടിസ്ഥാനത്തിലുള്ള നോട്ടും കാര്യങ്ങളും എവിടെ കിട്ടും? പ്രിന്റബിൾ നോട്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലെ, ഒരു എക്സാമ്പിൾ പറയാണ്. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ DPP PDF എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോട്ട് കാണിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് പ്രിന്റബിൾ ആയിട്ടുള്ള ഫോമിൽ ഇങ്ങനെ കാണാം. ഇപ്പൊ ഇതേപടിയാണ് നിങ്ങൾക്ക് നോട്ട് കിട്ടുക. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, പ്രിന്റ് എടുത്ത് സൂക്ഷിച്ചു വെക്കാം. അത് സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിച്ചു പഠിക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്, ക്ലാസ്സിൽ SCRT പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യും. അതേപോലെ തന്നെ PYQ ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഡിസ്കസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് PYQ OMR രൂപത്തിൽ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇത് ലാപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ നിങ്ങൾ ഓൾ കണ്ടന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സബ്ജക്റ്റ് ഒക്കെ ഇങ്ങനെ കാണാലോ. അതിന് ഏറ്റവും മുകളിലായിട്ട് നോട്ടീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ലാസ്റ്റ് ഇവിടെ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. ആ ടെസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നോട്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കാം. ഇവിടെ ഇതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ക്ലിക്ക് ഹിയർ ഫോർ എക്സാം ലിങ്ക്. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ലിങ്കിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് OMR രൂപത്തിൽ തന്നെ PYQ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ചാൻസും കൂടെയാണ് കിട്ടുന്നത്. അപ്പൊ എന്തായാലും കോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആരൊക്കെയാണ് ഓരോ സബ്ജക്റ്റും എടുക്കുന്നത് ഇങ്ങനെയുള്ളതൊക്കെ ക്ലിയർ അല്ലേ. അപ്പൊ ഇനി അടുത്തതായിട്ട് എന്തായാലും അറിയാൻ ഉദ്ദേശിക്കുന്നത് ഈ കോഴ്സിന്റെ ഫീസിനെ പറ്റിയും വാലിഡിറ്റി എതുവരെ കിട്ടും അല്ലെ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. അപ്പോ കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 വർഷമാണ്. അല്ലെങ്കിൽ നിങ്ങൾ എക്സാം എപ്പോഴാണോ അതുവരെ, എക്സാം വരെ ആയിരിക്കും. പിന്നെ ഫീസ് എന്ന് പറയുന്നത് നമ്മൾ സൈലത്തിന്റെ സൈലം PSCയിലൊക്കെയുള്ള ഏത് കോഴ്സ് നോക്കിക്കഴിഞ്ഞാലും ഫീസ് എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിരിക്കും അല്ലെ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ 1 വർഷത്തേക്കുള്ള എക്സാം വരെയുള്ള ഈ കോഴ്സിന്റെ ഫീസ് വരുന്നത് 1699 മാത്രം, 1699 രൂപയാണ് എന്ത് ചെയ്യുന്നത് ഫീസ് ഉള്ളത്. അപ്പൊ ഇനി എന്തായാലും കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണം. ഇനി ഓൾറെഡി ബാച്ച് നമ്മളിതാ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇനി കോഴ്സിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇനിയും സമയം കളയാതെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ആദ്യം മുതലേ നമ്മളെ കൂടെ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ സുഖമായിട്ട് പോവാം അല്ലെ. അപ്പൊ എന്തായാലും കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്ത നമ്പർ ഉണ്ട്, 9995100800. ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിന്റെ കാര്യങ്ങൾ അറിയാം, കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാനും ഒക്കെ പറ്റും. അപ്പൊ വേരിയസ് LGS ബാച്ചിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നേരത്തെ പറഞ്ഞ നമ്പർ 9995100800 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.